ഹായ് ഓൾ, ടുഡേ ഐ ആം കുക്കിംഗ് അപ്പ് എ ഡെലീഷ്യസ് മീറ്റ് ഫ്രൈ റെസിപ്പി. അതിനുള്ള കൊച്ചുള്ളി, സവാള, മുളക്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, കുനുകുന അരിഞ്ഞ തേങ്ങാക്കൊത്തുകൾ, കടുക്, ഉപ്പ്, മീറ്റ് മസാല, ഗരം മസാല. ഇത് ഇത്രയും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു കൂട്ടം മസാല ഉണ്ടാക്കാം. കഴുകി വെച്ചിരിക്കുന്ന മീറ്റിനകത്തോട്ട് മിക്സപ്പ് ചെയ്യാനാണ് ഈ മസാല നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ബൗളെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത് മൂന്നും കൂടെ മിക്സപ്പ് ചെയ്ത് ആ മീറ്റിനകത്തോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വെന്ത് കിട്ടുമ്പോൾ ഇതിന് നല്ല മസാല ചേർത്ത് കിട്ടുകയുള്ളൂ. ഒരു കുക്കറിനകത്തോട്ട് തട്ടിയിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ അത് അടുപ്പത്ത് വേവാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത കൂട്ടം മസാലയും കൂടെ തയ്യാറാക്കാം. ഒരു ബൗളിലെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ച ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സപ്പ് ചെയ്ത് അതിനെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിനുശേഷം നമ്മുടെ പൊന്നിൻ വിലയുള്ള വെളിച്ചെണ്ണയും കൂടി ചേർത്ത് അതിൻ്റെ ഉൽപ്പാദനമായ തേങ്ങാക്കൊത്തുകളും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഇതിനെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും സവാളയും കൂടി അതിനകത്തോട്ട് മിക്സപ്പ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം ഇളക്കിയതിന് ശേഷം അതിന് ആവശ്യമുള്ള 2-3 പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. പിന്നെ 2-3 കരിയാപ്പില ഇലയും കൂടി ആഡ് ചെയ്ത് നന്നായി കുറേ നേരം ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ ഇളക്കണം. ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നത്, കാരണം അത് അടിക്ക് പിടിക്കുന്നത് ഒന്നാണ്. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തത്. ഇതാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച കുറച്ച് തോരൻ അധികം വന്നപ്പം അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ആ മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ഏകദേശം ഈ ഒരു കളറിൽ കിട്ടും. ആ പാൻ എടുത്ത് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം വെന്തിരിക്കുന്ന മീറ്റിനെ എടുത്ത് നമ്മളൊന്ന് എടുത്ത് നോക്കുക. ഈ ഒരു ടൈപ്പിൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തട്ടിയിട്ട് നന്നായി ഇളക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നന്നായി ഇളക്കി കുറേ നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം നല്ല ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഗരം മസാല 2 സ്പൂൺ അതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് കുരുമുളകും കൂടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ കടുക് വറ നമ്മുടെ ഈ കുറച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ മുളകും നമ്മുടെ കരിയാപ്പിലയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റായിട്ട് അത് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈ കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ലാസ്റ്റ് ഒന്ന് ചേർത്തേക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ മീറ്റ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ, ബൈ.